എനിക്കിപ്പോൾ എൻ്റെത് 1,42,000 റുപ്യാണ്. ഇവരത് ഇവരത് 30,000 റുപ്യ, ഇവരത് 64,000 റുപ്യ, ഇവൻ്റെത് 10 അല്ലേ 1,20,000 റുപ്യ. അങ്ങനെ കുറേ എല്ലാം വലിയ വലിയ എമൗണ്ടാണ്. വീണ്ടും നിക്ഷേപക തട്ടിപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കണ്ണൂർ പള്ളിക്കുന്നിലെ ചെട്ടിപ്പിടികയിലാണ് മെഡ്സിറ്റി ഇന്റർനാഷണലിൽ നിരവധി നിക്ഷേപകർ ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നത് എന്ന് നമുക്ക് നിക്ഷേപകരോടൊത്ത് തന്നെ നമുക്ക് ചോദിച്ച് അറിയേണ്ടതുണ്ട്. എൻ്റെ പേര് ശ്രീകാന്ത്. ഞാൻ ഒരു പണമിടപാടിൽ തട്ടിപ്പ് കേസിൽ ആൾക്കാരായിരുന്നു ഇതെല്ലാം. അതായത് റോയൽ ട്രാവൻകൂർ, റോയൽ നിധി, കനറ ഫിഷ് ഫാമേഴ്സ് എന്നീ സ്ഥാപനങ്ങളിൽ പൈസ നിക്ഷേപിച്ച ആൾക്കാരാണ്. ഒരു 6-8 മാസത്തോളം മുമ്പേ അവർ സ്ഥാപനം പൂട്ടിപ്പോവുകയും നമ്മൾ 8 മാസത്തോളം നമ്മൾ പൈസ തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകി ഓരോ തവണയും വരുത്തിക്കുകയും ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പേ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ച സമയത്ത് കഴിഞ്ഞ 10-ാം തീയതി പൈസ എല്ലാവരും സെറ്റിൽമെൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്തിയ സമയത്തും ആൾക്കാർ ആരും അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇവിടെ ആരും ഇല്ല, എല്ലാവരും സ്ഥാപനം പൂട്ടിയിട്ട പോലെ ഉള്ളത്. അവരാരും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എല്ലാവരും കോൾ ബ്ലോക്ക് ചെയ്ത്, ആദ്യമേ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയൊക്കെ കോൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം വിളിച്ചിട്ട് അവരൊരു പോലീസുകാർ സ്റ്റേഷനിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞത്. അപ്പോൾ പോലീസുകാരായിട്ട് ഇടപെട്ടിട്ട് നമ്മൾ ഒരുപാട് കേസ് കൊടുത്തതാണ്. നമ്മൾ കുറേ ആൾക്കാരുടെ ബേസിൽ ഇപ്പോൾ അവിടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പേര് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇവിടെ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ മെഡിസിറ്റി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ അവർ 4-5 പേര് നടത്തുന്ന ട്രസ്റ്റ് കൂടി നടത്തുന്നതാണ്. അതിലൊരാളിപ്പം ഈ ഒരു കേസിൽ തന്നെ ജയിലിലുള്ളത്. അപ്പം നമ്മൾ വിളിച്ചിട്ടും രാഹുൽ ചക്രവാണി എന്ന വ്യക്തിയും ഇപ്പോൾ ഇതിൻ്റെ അനിൽ ചക്രവാണി എന്ന വ്യക്തിനെ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല, കോൾ ചെയ്യുന്നില്ല. അവർ നമ്മളോടൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നമുക്ക് ഇതിനൊരു തീരുമാനമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവരാരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, എല്ലാവരും ഇതായിട്ട് പോയിട്ടുള്ളത്. നമുക്കിപ്പം ഈ ഇത് റിട്ടേൺ ചോദിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥാപനമില്ല. വെച്ചാൽ അത് പൂട്ടിയിട്ട് ഒരു 8 മാസത്തോളം പൂട്ടിയിട്ടുള്ളത്. ആരോടും ചോദിക്കാൻ പറ്റാത്തൊരവസ്ഥയുള്ളത്. അവിടെയുള്ള സ്റ്റാഫുകളെ വിളിക്കുമ്പോൾ പറയുന്ന അവരൊന്നും അറിയില്ല, അവർ മാനേജർമാർ അറിയില്ല. മാനേജർമാരൊക്കെ എവിടെയുള്ള വേറെ ജോലിയിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു. പൈസ ഒരുപാട് അതിനകത്ത് വാങ്ങിച്ചിട്ട് മുങ്ങിയ ആൾക്കാരുണ്ടെന്നൊക്കെ പറയും. ഏകദേശം എത്ര പൈസ ഉണ്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി? നമുക്കിപ്പോൾ എൻ്റെ ഏകദേശം 1,60,60,000 രൂപയുണ്ട്. അതുപോലെ തന്നെ 10,20,000, 40,000, അങ്ങനെ 1,00,000 രൂപയൊക്കെ കിട്ടാനുള്ള ആൾക്കാരുണ്ട്. നിങ്ങളുടെ 1,25,000 അങ്ങനെ ഒരു ഏകദേശം നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഒരു ഏകദേശം 5-8 ലക്ഷം രൂപയിൽ മുകളിൽ കിട്ടാനുള്ള ആൾക്കാരുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരു 10-ാം തീയതി അവർ ഏകദേശം പകുതി പൈസ സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ പകുതി പൈസ പോലും ഇപ്പം നമുക്ക് കിട്ടിയിട്ടില്ല. രാവിലെ വിളിച്ചിട്ട് സെറ്റ് ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് വിളിച്ചതാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഇതിനൊരു തീരുമാനമാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ ഭാഗത്തുനിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ അതിനുള്ളൊരു നടപടി ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നത്. ഇന്ന് തരാമെന്നായിരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് മിനിഞ്ഞാന്ന് ഇന്ന് 12-ാം തീയതിയാണ്. അപ്പോൾ അവരിപ്പോൾ വിളിച്ചു പറയുന്നത് വെച്ചാൽ അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ബാങ്ക് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് പൈസ എടുക്കാൻ പറ്റിയില്ല എന്നാണ് ഇപ്പോൾ നേരത്തെ വിളിച്ചപ്പോൾ വേറെ ആരോട് പറഞ്ഞൊരു കേസ്. കഴിഞ്ഞ 10-ന് തരാമെന്ന് പറയാൻ എഗ്രിമെൻ്റ് ആക്കിയത് 2 മാസം മുമ്പാണ്. ആ 2 മാസം വരെ നമ്മൾ ക്ഷമിച്ചിരുന്നു 10-ാം തീയതി കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു റെസ്പോണ്ടും ഇല്ല. അതാണ് സ്ഥിതി. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ഷീബ ടീച്ചർ എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ അടുത്ത്. അതിന് മുമ്പ് ഏകദേശം ഒരു 2-3 ആൾക്കാർ ഇതേപോലെ നമുക്ക് തരാം. പിന്നെ ഇവർ ഡമ്മി ആയിട്ട് കുറേ ആളെ മുമ്പിൽ നിർത്തിക്കുന്നുണ്ട്, ഡമ്മി ആയിട്ട്. കാരണം നമ്മളെ വന്ന് സംസാരിക്കാനും വേണ്ടിയിട്ട് പിന്നെ അവർ വിളിച്ചാൽ ഫോൺ എടുക്കുകയും ചെയ്യില്ല. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഒരു ഷീബ എന്ന് പറഞ്ഞത് 2-3 മാസമായി 3-4 മാസമായി നമ്മൾ വേക്കുന്നത് നടക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത് ഒരു ഷീബ ടീച്ചർ എന്ന് പറഞ്ഞ ഒരു പെണ്ണുങ്ങളാണ് നമ്മുടെ അടുത്ത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളതെല്ലാം എഴുതിയെടുത്തിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം 10-ാം തീയതിയാണ് പറഞ്ഞത്. നമ്മൾ 9-ാം തീയതി മുതൽ പെണ്ണുങ്ങളെ വിളിക്കുന്ന എവിടെയാണ് വരണത്, എന്താ ചെയ്യേണ്ടത്, എത്ര മണിക്ക് എത്തണം, ഒരു റെസ്പോൺസും ഇല്ല, വിളിച്ചിട്ട് എടുക്കുന്നില്ല. പിന്നെ ഓരോരാളെ കോളെല്ലാം ബ്ലോക്ക് ആക്കിയിട്ടാണ് ഉള്ളത്. പിന്നെ വിളിച്ചത് പിന്നെ അറിയാണ്ട് ഓരോരോ ആൾക്കാർ ഇങ്ങനെ വിളിച്ചിട്ട് ഇന്ന ആളെന്ന് വിളിക്കുന്ന പോലും അവർക്കറിയില്ല, ഏതാൾക്കാരെ വിളിക്കുന്ന പോലും അവർക്കറിയില്ല. ഇത്രയും ആൾക്കാരാണോ ഉള്ളത്? ഇനിയും ആൾക്കാരുണ്ട്. നമ്മൾ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. ഇനിയും നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ആൾക്കാരുണ്ട്. 100-150 ആൾക്കാരുണ്ടാവില്ല അല്ലേ? ഉണ്ടാവും. എല്ലാവർക്കും ഇതേപോലെ തന്നെ. എനിക്കിപ്പോൾ എൻ്റെത് 1,42,000 റുപ്യാണ്. ഇവരത് 30,000 റുപ്യ, ഇവരത് 64,000 റുപ്യ, ഇവൻ്റെത് 10 അല്ലേ 1,20,000 റുപ്യ. അങ്ങനെ കുറേ എല്ലാം വലിയ വലിയ എമൗണ്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പിന്നെന്താ പറയുക, നമ്മളെല്ലാം അന്ന് നിത്യേന ജോലി ചെയ്തിട്ട് ഇട്ട പൈസയാണ്, അല്ലാണ്ട് ഇൻട്രസ്റ്റിന് കൊടുത്തതോ അങ്ങനത്തെ ഒരു കാര്യമല്ല. ഡെയിലി കളക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇട്ടതാണ്. നമ്മൾ ആവശ്യത്തിന് എടുക്കാന്നുള്ള ഇല്ലാന്ന് നമ്മൾ ഇട്ടത്. പിന്നെ ലാസ്റ്റാണ് ഇങ്ങനെ കുടുങ്ങിയെന്ന് അറിയുന്നത്.
കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് 16 മുതൽ 22 വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ. അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ്. വരൂ, മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും.